നാരായണ 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 രാമ 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 കാരുണ്യാമൃതവാരിധിം കരലസൽക്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജ ചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീ രാമപുരനാഥം ഭജേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാം വന്ദേ വാൽമീകി കോകിലം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ശ്രീരാമദൂതം ശിരസാ നമാമി ശ്രീരാമ രാമ രാമ 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 സീതാഭിരാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണാമൃതത്തിൽ ഇന്ന് 26ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹനുമൽ സീതാ സംവാദമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. സുന്ദരകാന്ഡത്തിലെ വിശേഷപ്പെട്ട ഭാഗമാണ്. കുറേ ദിവസങ്ങളോളം ആ സന്ദേശം അയവിറക്കാനുള്ളതാണ്. നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അനുസ്മരിച്ചത്. സീതയ്ക്ക് അടയാളവാക്യങ്ങൾ നൽകി ശ്രീരാമന്റെ അങ്കുലീയം മോതിരം, രാമനാമം കൊത്തിവെച്ച അതിശ്രേഷ്ഠമായ മോതിരം സീതയ്ക്ക് നൽകുന്ന രംഗം, രാമന് നൽകാനുള്ള അടയാളവാക്യങ്ങളും ഗ്രഹിച്ച് മാരുതി കണ്ണുനീരൊലിപ്പിച്ച് നിൽക്കുന്ന ആ വികാര നിർഭരമായ രംഗം, സീത മനോഹരമായ ചൂടാരത്നം കയ്യിലെടുത്ത് ഇത് നീ ശ്രീരാമചന്ദ്രന് നൽകുക എന്ന് കണ്ണീരോടുകൂടി പറയുന്ന രംഗവും ആ നൽകുന്ന ഭാവവും ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് അധ്യാത്മരാമായണത്തിൽ വരച്ചു കാണിച്ചു തരുന്നു. ദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രാമദൂതൻ രാമ 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 രാമനാമം ജപിച്ചുകൊണ്ട് അതാ അവിടെ നിന്നും പിൻവാങ്ങുന്നു. പിന്നീട് ഹനുമാന്റെ പരാക്രമമാണ് ഉണ്ടായത്. ലങ്കാമർദ്ദനം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതിവിടെ തുടങ്ങിയിരിക്കുന്നു. ലങ്കയെ അതായത് ഒന്ന്, ഇവരുടെ ശക്തിയെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എത്രമാത്രം ശക്തി ഉണ്ട് ഈ രാക്ഷസന്മാരുടെ പ്രഭാവമെന്ന് അറിയുന്നത് നല്ലതാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് തുടങ്ങി വായുപുത്രൻ അത് തീരുമാനിച്ചു ഉറച്ചുകൊണ്ട് രാവണന്റെ ഏറ്റവും പ്രിയങ്കരമായ അശോകവനം നശിപ്പിക്കാൻ ആരംഭിച്ചു. പ്രമദവനം എന്നുകൂടി അറിയപ്പെടുന്ന ആ ഉദ്യാനം ഹനുമാൻ തല്ലി തകർത്തത് ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു. കുളങ്ങൾ മുഴുവൻ, അതിമനോഹരമായ കുളങ്ങള്, പൂന്തോട്ടങ്ങളും കുളങ്ങളും ഒക്കെ ആയിട്ട്, താമരക്കുളങ്ങളൊക്കെ ആയിരുന്നു, അത് മുഴുവനും വൃത്തികേടാക്കി. പിന്നീട് അവിടെ പലതരത്തിലുമുള്ള പ്രവണതകൾ കൊണ്ട് അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ പൊട്ടിച്ചിടുക, പലതരത്തിലുള്ള ഫലങ്ങളും ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ അങ്ങനെ നശിപ്പിക്കുക. അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റി എല്ലായിടത്തും അറിഞ്ഞു ഹനുമാൻ സ്വാമിയുടെ പ്രഭാവം. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വാൽമീകി രാമായണത്തിലൊക്കെ പറയുന്നു, ഭഗവത് ഭക്തന്മാര് പോയ സ്ഥലം, ആ സ്ഥലത്ത് എന്തെങ്കിലും ചില പ്രത്യേകതകൾ ഉണ്ടാവണമെന്നാണ് ഹനുമാൻ സ്വാമിക്ക് തോന്നിയത്. ഇങ്ങനെയാണ് പ്രത്യേകത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം രാവണന്റെ സ്ഥലമായതുകൊണ്ട്. അങ്ങനെ വിവരം രാവണന്റെ ചെവിയിലുമെത്തി. രാവണൻ കത്തിജ്വലിച്ചു.
ഞാൻ ശ്രീരാമസ്വാമിയുടെ ദാസനാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ടായിരുന്നു ഹനുമാൻ രാവണ സന്നിധിയിലേക്ക് പ്രവേശിച്ചത്. അതായത് ഇതൊക്കെ നശിപ്പിച്ച് അങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് തന്നെ രാവണനെങ്കിൽ ഹനുമാൻ സ്വാമി ഇതാ ഒട്ടും കൂസലില്ലാതെ രാവണ സഭയിലേക്ക് അമിത നിശിചരവരരണ നിശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ ജനകതവ മനസി സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യകാര്യം നീ വിധിയതാം. പ്ലവകുലവരൻ അറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോട് ഓർത്തു ചൊല്ലിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതു കാക്കുന്നവരെയും ഉക്കോടു മറ്റുള്ള നക്തഞ്ചരേരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോടു ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയനയസഹിതമാദരാൽപപ്രച്ഛ നീയാരയച്ചു വന്നു കപേ. പ്രഹസ്തനോട് രാവണൻ പറയുന്നത് അനുസരിച്ച് പ്രഹസ്തൻ നയപരമായിട്ട് ഹനുമാനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ബ്രഹ്മാസ്ത്ര ബന്ധനം ആദ്യമുണ്ടായിരുന്നു. ബ്രഹ്മാസ്ത്രത്താൽ രാക്ഷസ കുലത്തില് കുറെ എണ്ണത്തിനെ തട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചത്. പക്ഷെ ആ ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടതിന് ശേഷമുള്ള രംഗമാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. എന്നിട്ടാണ് രാവണ സന്നിധിയിലേക്ക് എത്തുന്നത്. അനേകം പോരാട്ടങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രജിത്ത് ആണ് രാവണപുത്രൻ ബ്രഹ്മാവ് നൽകിയ ആ അസ്ത്രം ഉപയോഗിച്ച്, അതാണ് ഇന്ദ്രജിത്തിന് ബ്രഹ്മാവ് നൽകിയ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അത് പ്രയോഗിച്ചിട്ടാണ് ഹനുമാനെ ബന്ധനസ്ഥനാക്കിയത്. പക്ഷേ ബ്രഹ്മാവ് നൽകിയ അസ്ത്രമായതുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചു. പക്ഷേ അതുകൊണ്ടാണ് രാവണ സന്നിധിയിലേക്ക് എത്താൻ ഇടവന്നത്. എന്തുകൊണ്ട്? ബന്ധിതനായതുകൊണ്ട് ഇവൻ കുഴപ്പക്കാരൻ ആണെങ്കിലും ഇപ്പോഴും പ്രശ്നമില്ല എന്ന് വിചാരിച്ചാണ് സഭയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഹനുമാൻ രാവണ സന്നിധിയിൽ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതുമായാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഹനുമാൻ സ്വാമി പറഞ്ഞു, സ്ഫുടവചനം അതിവിശദമിതി ശൃണുജള പ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറികതി ഭുവനപതി മമപതി പുരന്ദരപൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനൻ അമലനഖിലേശ്വരം പൂർവദേവാരാദി ഭുക്തി മുക്തിപ്രദൻ. രാമനെ കുറിച്ച് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ അങ്ങനെ നീണ്ടു വന്നു. അതിമനോഹരമായിട്ട് പലതും പറഞ്ഞു. തന്റെ ദിവ്യമായ ആ നീണ്ട വാലുകൾ ചുരുട്ടി ഇങ്ങനെ വെച്ച് അതിന്റെ മുകളിൽ വലിയൊരു സിംഹാസനം പോലെ
വാലിനെ ചുരുട്ടി ഉയർത്തി വെച്ച് ഹനുമാൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് രാവണന് അനേകം സാരോപദേശങ്ങൾ നൽകുന്നു. എങ്ങനെയാണ്? ചില സമയത്ത് ഇങ്ങനെയൊക്കെ വേണ്ടി വരും. അകതളിരിലറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. ത്യജമനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീംഗതിയെ സമാശ്രയിച്ചിടു നീ. അറിവില്ലാത്ത ആളുകൾക്ക് ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കേണ്ടത് അറിവുള്ളവരാണ്. രാക്ഷസ ബുദ്ധിയെ വെടിഞ്ഞ് ദൈവഗതിയെ ആശ്രയിച്ച് സദ്ബുദ്ധി ഉണ്ടാക്കുക. ഹൃദയത്തിനുള്ളിൽ ഈശ്വരഭക്തി, യഥാർത്ഥ ഈശ്വരഭക്തി ഉണ്ടായാൽ ആത്മശുദ്ധി കൈവരിക്കുവാൻ സാധിക്കും. ഈശ്വര സങ്കല്പം ഉൾക്കൊണ്ട് ഭക്തിവിശ്വാസത്തോടെ ജീവിക്കുക. ശത്രുത കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. ശ്രീരാമനെ പോലെ കാരുണ്യം മറ്റാർക്കുമില്ല. കാരുണ്യാമൃതവാരിധിം കരലസത്കോദണ്ഡബാണോജ്വലം എന്നാണ് പറയുക. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാരുണ്യം അത്രയും വലുതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ സീതയെ രാമന് ഏൽപ്പിച്ച് ക്ഷമാപണം ചെയ്യുക എന്നിങ്ങനെയൊക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ സാരോപദേശം. കാരണം ഇത്രയും തെറ്റ് ചെയ്തു, കട്ടുകൊണ്ടുവന്നു, പലതും ചെയ്തു. പക്ഷെ അതൊന്നും സാരമില്ല. കാരണം ശ്രീരാമനോളം കാരുണ്യം മറ്റാർക്കുമില്ലാത്തത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല. കാരണം ലവലേശം പോലും ആ ശ്രീരാമചന്ദ്രസ്വാമി ക്രോധിക്കില്ല എന്ന് മാത്രമല്ല, ക്ഷമിക്കുമെന്നാണ് ഹനുമാൻ സ്വാമി പറഞ്ഞത്. നല്ലൊരു ദൂതനെ പോലെ തന്നെയാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, നല്ലൊരു ബുദ്ധിക്ക് ആത്മീയമായ തത്വങ്ങൾ ഉപദേശിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ, രഘുപതിയെ മനസ്സി കരുതുകിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ സാരോപദേശം കേട്ട് കിട്ടുകിട്ട് വിറച്ച് ക്രോധാകാരത്തോടുകൂടി ഇവനെ കൊല്ലുവിനെന്ന് രാവണൻ നിർദ്ദേശിച്ചു. രാജധർമ്മം അറിയുന്നവർ ദൂതനെ കൊല്ലുകയില്ലെന്ന് പറഞ്ഞ് വിഭീഷണൻ വിലക്കി. വാനരന്മാർക്ക് വാലിന്മേലാണ് ശൗര്യം എന്നറിയുന്നത് കൊണ്ട് വാലറ്റ തുണിയിൽ അങ്ങനെ പൊതിഞ്ഞ് എണ്ണയൊഴിച്ച് തീ കൊളുത്തി. വളരെ സൗകര്യമായി ഹനുമാൻ സ്വാമിക്ക് ആ അഗ്നി, വാലുകൊണ്ടുള്ള ആ വാലിൽ കത്തിജ്വലിക്കുന്ന അഗ്നി, ആ വാല് പിടിച്ചുകൊണ്ട് വളരെ സൗകര്യപ്രദമായിട്ട് ആ നീണ്ട വാലുകൊണ്ട് ഇതാ നമ്മൾ വെള്ളമൊക്കെ പൈപ്പിനകത്ത് പിടിച്ച് ഒഴിക്കുന്നത് പോലെ ഈ അഗ്നി കൊണ്ട് ഓരോയിടത്തും പിടിപ്പിച്ച് അങ്ങനെ അഗ്നിദേവനെ പ്രസാദിപ്പിച്ച വായുദേവൻ, അതായത് വായുവിന്റെ പുത്രൻ അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. പിതാവിന്റെ അനുഗ്രഹത്തോടുകൂടി, വായുദേവന്റെ അനുഗ്രഹത്തോടുകൂടി അതാ ലങ്ക മിക്കവാറും ദഹിപ്പിച്ചു. ലങ്കാദഹനത്തിന് ശേഷം ഹനുമാൻ സ്വാമി മഹേന്ദ്ര പർവ്വത സമീപം തിരികെ ചെന്നു. അങ്ങനെ കണ്ടു സീതാദേവിയെ. കണ്ടേനഹം ദേവിയെ ദൃഷ്ടാസി ജനകാത്മജ. യാത്രാ വിവരണം ചെയ്തു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപമെത്തി നമസ്കരിച്ചു. പറഞ്ഞു, മഹാപ്രഭോ, കണ്ടു തേജസ്വിയായ സീതയെ എന്ന് പറയുന്നു. ആ സവിസ്തരം ഉണ്ടായതെല്ലാം ഉണർത്തിച്ചു. ചൂടാരത്നം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അടയാളവാക്യം പറഞ്ഞു. ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാനെ
പ്രശംസിക്കുന്ന രംഗം, ഇതൊക്കെയാണ് ഇവിടെ വിശേഷിച്ച് വർണ്ണിച്ചത്. സുന്ദരകാന്ഡത്തിലെ എത്രയാണ് വിശേഷങ്ങൾ, ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിപ്രധാനമായിട്ടുള്ളതാണ്. എങ്കിലും ഒന്നോ രണ്ടോ ഭാഗം കൊണ്ട് നമുക്കിത് യുദ്ധകാന്ഡത്തിലേക്ക് എത്താനുള്ള സമയമായി. നമുക്ക് ഈ ഭാഗമൊന്ന് വായിക്കാം. സ്ഫുടഭജനമതിവിശദമിതി ശൃണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതിശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തി മുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുല ദിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിക വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മതംഗാശ്രമേതാവേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടനല സാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ. അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനമനമഴകിനോടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധി തീർത്തിടിനാൻ. അതിനവനും അവനിതനയന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക 100,000 പ്ലവകുല പരിവൃഢരെ ലഘുതരമയച്ചതിലേഖനഹ ഇഹ വന്നു കണ്ടിടിനേൻ. മരണഭയമകതളീരിൽ ഇല്ലയായാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. കമലഭവ മുഖസുര വരപ്രഭാവേന മേ കായത്തിനേതുമേ പിടയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ. ബദ്ധഭാവേന വന്നീടിനേനത്ര ഞാൻ. അതിനും ഇതു പൊഴുതിലൊരു കാരണമുണ്ടു. കേൾ അദ്യഹിതം തവ വക്തുമുദ്യുക്തനായി. അകതളിരിലറിവു കുറയുന്നവർക്ക് ഏറ്റമുള്ള ജ്ഞാനമൊക്കെ നിക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്ന് ആത്മോപദേശം അജ്ഞാനിനാം. മോക്ഷദം മനസി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ.
മഗ്നായിടൊല മോഹമഹാംബുധൗ ത്യജമനസി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദൈവീംഗതിയെ സമാശ്രയിച്ചിടു നീ അതു ജനന മരണഭയനാശിനി നിർണയം അന്യമായുള്ളത് സംസാരകാരിണി പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ അമൃതമയൻ അജനമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണൻ ഏകൻ പരൻ കേവലൻ നിരുപമനമയേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ അനവരതമകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മശുദ്ധി വരുമെന്ന് നിർണയം അകമലരുമകമകലുമുള്ള അളവധി വിശുദ്ധമായാശു തത്വജ്ഞാനവുമുദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയൽ രജനി ചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും രതിസപതി നിജഹൃദി വിഹായ നിത്യം മുദാ രാമ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആ ഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജ ഭവഭയാപകം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമഥന ചരണ സരസിജയുഗളമാശു നീ മൗഢ്യങ്ങളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരധനകളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല നളിനദള നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം ശരണമിക ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചെടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസി കരുതുകിലവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടോ
സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃതസമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലുമധ കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ. അതിശ്രേഷ്ഠമായ വചനങ്ങളിലൂടെ, വാക്കുകളിലൂടെ അതാ ഹനുമാൻ സ്വാമി സാരോപദേശങ്ങൾ നൽകി സഹിക്കാതെ വന്ന് 20 നേത്രങ്ങളിലൂടെ കത്തിജ്വലിക്കുന്ന അഗ്നി പുറത്തേക്ക് വിട്ടുകൊണ്ട് അവിടെ നിന്ന് ദൂതനെ കൊല്ലാൻ പുറപ്പെടുന്ന രംഗം, വാലിന് തീ കൊടുക്കുന്ന രംഗം. ഹനുമാൻ സ്വാമി ഇതാ ആ രാമനാമസ്മൃതിയോടുകൂടി രാമനാമം ജപിച്ചുകൊണ്ട് രാമന്റെ പാദത്തിൽ അർച്ചനാക്കിക്കൊണ്ട് അതാ നമ്മള് ലക്ഷം ദീപം തെളിയിക്കുന്നത് പോലെ ഓരോ ഇടത്തും വാലുകൊണ്ട്, ആ വാലിലുള്ള അഗ്നി കൊണ്ട് രാമ 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 ശ്രീരാം ജയറാം എന്നുള്ള നാമജപത്തോടുകൂടി തീ കൊടുത്തുകൊണ്ട് ലങ്കയെ ദഹിപ്പിച്ച് അതാ തിരിച്ച് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് എത്തിച്ചേരുകയും സീതാദേവിയെ കണ്ട വിവരം ശ്രീരാമചന്ദ്രസ്വാമിയെ അറിയിക്കുകയും ചെയ്യുന്ന രംഗം. ഈ സമയത്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രണയമനസാഭവാനൽകൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാൻ ആദരാൽ ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങി നിന്നീടിനാൾ വണങ്ങിയിടിനാൾ. സീതാ രാമ ഹനുമൽ ബന്ധത്തിൽ അത്യാഗവും സേവനവും ഭക്തിയും സൗഹൃദവും കരുണയുമെല്ലാം ഒത്തൊരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. ആ മൈത്രിയുടെ സൗഹൃദത്തിന്റെ ഉത്തമമായ സാക്ഷാത്കാരമാണ് ഹനുമാന്റെ ജീവിതകഥ. ഏതു കുലത്തിൽ ജനിച്ചു എന്നല്ല, സൽക്കർമ്മമാണ് സജ്ജനങ്ങളുടെ ലക്ഷണമെന്ന് വിഭീഷണനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. സാധാരണ ജനങ്ങളുടെ വഴികാട്ടിയാണ് ജ്ഞാനപ്രദീപമെന്ന് അല്ലെങ്കിൽ ജ്ഞാനപ്രദീപമെന്ന് അറിയപ്പെടുന്ന ഈ രാമായണം. ഇനി ദേവകളാലും അസാധ്യമായ കാര്യം ചെയ്ത ആ ഹനുമാൻ സ്വാമിയെ വീണ്ടും വീണ്ടും നെഞ്ചോട് ചേർത്ത് പുണരുന്ന രംഗം, ഈ ഒരു ഭാഗ്യം മറ്റാർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് വേണ്ടി, സുന്ദരന് വേണ്ടി നീക്കിവെച്ച സുന്ദരകാന്ഡം ഇവിടെ സമർപ്പിക്കുന്നു.
ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് സമർപ്പിക്കുന്നതെന്ന് ബോധ്യമുണ്ട്. ഇനി നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യുദ്ധകാന്ഡം അവസാനിപ്പിച്ച് മംഗളദേവതയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാവർക്കും മംഗളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ യുദ്ധകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത സുദിനം മുതൽ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനത ജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ശിവപ്രദം സുഖപ്രദം ഭവച്ഛിദം ഭ്രമാപഹം വിരാജമാനദേശികം ഭജേഹ രാമമദ്വയം. രമാഷ്ടകം പഠതിയ സുഖദം സുപുണ്യം വ്യാസേന ഭാഷിതമിദം ശൃണുതേ മനുഷ്യ. വിദ്യാം ശ്രിയം വിപുല സൗഖ്യം അനന്തകീർത്തിം സംപ്രാപ്യ ദേവവിലയേ ലഭതേ ച മോക്ഷം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.